നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 15 ലക്ഷം. 15 ലക്ഷം? നമ്മളെടുത്തത് കുറഞ്ഞു പോയല്ലോ. വിലയെക്കുറിച്ചൊന്നും ദേവിക ചിന്തിക്കണ്ട. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവരെന്താ നമ്മളെ വില കുറച്ച് കാണുന്നേ? ആ വലുതിഞ്ഞെടുത്തേ. ഇത് കൊള്ളാല്ലേ? കൊള്ളാല്ലേ? വേണ്ട, അവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ സാർ. ഇവിടെ നിന്നോ. ശരി മേഡം. ജാനകി മേഡം അല്ലേ? ഗുഡ് മോർണിംഗ് മേഡം. എന്താ വേണ്ടേ? എനിക്ക് ഡയമണ്ട് സെക്ഷൻ കാണണം. വരൂ മേഡം. അവിടെ മാഡം, മാഡത്തിന് ആവശ്യമുള്ള ഡയമണ്ട്സ് നോക്കിക്കോളൂ. ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. ദേവിയെ എത്തിക്കാണുമല്ലോ. ഇതൊക്കെ ഷോ നന്നായിട്ടുണ്ട്. ഈ ഡയമണ്ട് നെക്ലസ് മോൾക്ക് നന്നായിട്ട് ചേരും. ഇതിട്ട് നോക്കിക്കോ. ഇഷ്ടായോ? ഇഷ്ടായി. ഇതിന് എത്രയാ വില? 10 ലക്ഷം. 10 ലക്ഷോ? പണം പ്രശ്നമല്ലെന്നല്ലേ മാഡം പറഞ്ഞത്? എന്നാ പിന്നെ നെക്ലസ് ഇരിക്കട്ടെ. മോളെ, ഇവരെന്തായി കാണിക്കുന്നത്? 10 ലക്ഷം രൂപയുടെ നെക്ലസോ? നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ഇത്? നമ്മുടെ കയ്യിലൊതുങ്ങുന്ന നോക്കിയാൽ മതി ആന്റി. ഇത് നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. കല്യാണത്തിന് പോലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ആഭരണം ഇടാനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ. മോളെ, അത് വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിൽ വേണ്ടേ? നിങ്ങൾക്ക് പറ്റിയ ജ്വല്ലറി തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയോ? ആന്റി, എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മുത്തശ്ശ വാ. മാഡം, നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഏയ്, കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഞാൻ വൈകിയോ? ഇല്ല. ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങാണ്ടിരിക്കായിരുന്നു. അപ്പോഴാ അമ്മയുടെ അനിയത്തിയും അവരുടെ മക്കളും പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് വന്നത്. അവരിനിയിപ്പോ വൈകിട്ടേ മടങ്ങിപ്പോകും. അവരെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് പോരുന്നത് എങ്ങനെയാ? അതാ ഞാൻ മാത്രം ഇങ്ങോട്ട് പോന്നെ. അയ്യോ, മാഡത്തിന് തിരക്കുണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണം എടുക്കുന്ന വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കായിരുന്നു. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും സെലക്ട് ചെയ്തോ? മാഡത്തിന്റെ പരിചയക്കാരായിരുന്നു അവര്. നിങ്ങൾ സെലക്ട് ചെയ്തൊക്കെ എവിടെ നോക്കട്ടെ. അതെ, മാഡത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാ. ഇതാ ഞങ്ങള് സെലക്ട് ചെയ്തത്. സുലോചന ഇരിക്കേ. ഇതാ ഞങ്ങള് നോക്കി വെച്ചിരിക്കുന്നത്. ആഹാ, ഇതെനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു. ഇത് അഞ്ജിതയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. പക്ഷെ ഭയങ്കര വില. ഏയ്, ഇതെല്ലാം പാക്ക് ചെയ്തോളൂ. ഇനി എന്തൊക്കെയാ വേണ്ടേ? മാഡം പറയ്, എന്തൊക്കെയാ വേണ്ടത്? ഏത് പീസാ വേണ്ടത്? പറയ്. നെക്ലസ് ഒന്ന് എടുക്കോ.
എന്നാ ഇതും പാക്ക് ചെയ്തോളൂ കേട്ടോ. ദേവിക ഒന്നും എടുത്തില്ലല്ലോ. ദേവികയ്ക്കും വേണ്ടെന്ന് എടുത്തോളൂ. ദേവിക ഇഷ്ടമുള്ളത് പറയേ. വേണ്ട പറയേ ദേവിക. ആ മാല മതി. കൊള്ളാം, സിമ്പിളാ, നന്നായിട്ടുണ്ട്. ഇനി ഏതാ വേണ്ടേ? ഒരു കാര്യം ചെയ്യ്, ദേവിക്ക് ഇനി ഞാൻ സെലക്ട് ചെയ്യാം. ആ ഡയമണ്ട് നെക്ലസ് എടുത്തേ. മാഡം, ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 15 ലക്ഷം. 15 ലക്ഷം? നമ്മളെടുത്തത് കുറഞ്ഞു പോയല്ലോ. അയ്യോ മാഡം, ഇത്രയും വിലപിടിപ്പുള്ളതൊന്നും എനിക്ക് വേണ്ട. വിലയെക്കുറിച്ചൊന്നും ദേവിക ചിന്തിക്കണ്ട. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഇതൊന്നും പോരാ, ഇനിയും വേണം ആഭരണങ്ങള്. മുത്തശ്ശ, മാഡം ദേ ആ മാലയും എടുത്തേ. ഇതെല്ലാം ഒന്ന് ബില്ല് ചെയ്തോളൂ. ഞാൻ പേ ചെയ്തിട്ട് വരാം. അങ്ങോട്ട്. സോറി മാഡം, നിങ്ങൾ ജാനകി മാഡത്തിന്റെ കൂടെ വന്നാണെന്ന് ആദ്യം അറിഞ്ഞില്ല. അത് സാരമില്ല. പക്ഷെ ഒരിക്കലും ആരെയും പണത്തിന്റെ അവരുടെ വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കരുത്. അത് മര്യാദയല്ല. നിങ്ങളുടെ സ്റ്റാഫിനെ അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായും മാഡം. ഫോട്ടോ അല്ലേ വേണ്ടത്? അവളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ആ പിന്നെ ജീവനോടെ വച്ചേക്കരുത്, തീർത്ത് കളഞ്ഞേക്കണം. ശരി, ഞാൻ വിളിക്കാം. ആരെ തീർക്കുന്ന കാര്യമാ പറയുന്നത്? മായേ, സഹതാപം വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും. നമുക്ക് നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.